ബാങ്കിങ് ഒരു SBI POയ്ക്ക് എത്ര രൂപയാണ് സാലറി കിട്ടുക, ടോട്ടൽ സാലറി എത്രയാണ്, ഇൻഹാൻസ് സാലറി എത്രയാണ്, ഇങ്ങനെ ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്കൊരു ബൂസ്റ്റർ ആയിക്കോട്ടെ. എന്തായാലും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് SBI POയുടെ പ്രിലിംസ്. നമുക്ക് ആദ്യം ഇനി നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് SBI POയോട് കൂടിയായിട്ടാണ് നമ്മുടെ ബാങ്ക് എക്സാമിന്റെ ഹരിശ്രീ 2026 കുറിക്കാനായിട്ട് പോകുന്നത്. സോ കട്ടയ്ക്ക് പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അല്ലെങ്കിൽ ഇനി ഒരു ബാങ്കർ ആകണം എന്ന് ആഗ്രഹിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും. സോ അവർക്ക് എല്ലാവർക്കും ഒരു എനർജി ബൂസ്റ്റർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് SBI POയുടെ സാലറി സ്ലിപ്പുമായിട്ട് എത്തിയിരിക്കുന്നത്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ടോട്ടൽ സാലറി ഉണ്ട്, എത്രയായിരിക്കും ഇൻഹാൻസ് സാലറി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമ്മളുടെ IBPS POയും SBI POയും ഒക്കെ ഓഗസ്റ്റ് മന്തിലുണ്ട്. അതിനുശേഷം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ SBI ക്ലർക്കിന്റെ പ്രിലിംസ് ആണ്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്കറിയാം, എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും ഒറ്റ സിലബസ് ആണ്. ഒറ്റ സിലബസ് പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു വർഷം വരുന്ന 20-ലധികം ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ് എഴുതാനായിട്ട് പറ്റും. അത് വേറെ ഒരു സെക്ടറിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്താലും നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആസ്പിറൻസ് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ തന്നെ ആസ്പിറന്റിന്റെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ 2026 ഒരുപാട് റിസൾട്ട്സ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലേക്കും നമ്മുടെ ആസ്പിറൻസിന് ബാങ്കേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നമ്മൾ വളരെ സന്തോഷത്തിൽ നമ്മളുടെ അച്ചീവേഴ്സ് മീറ്റ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. കാണാത്ത ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അസൈലം ബാങ്കിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മളുടെ ഓരോ എക്സാംസ് ക്ലിയർ ചെയ്ത അവരുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, ഫ്രം ആസ്പിറന്റ് ടു ബാങ്കർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരുപാട് ആസ്പിറൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും പ്രിപ്പറേഷനിലുള്ളവരാണെങ്കിലും ഉറപ്പായിട്ടും അത് കാണുക. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പാണ് വേണ്ട. നോക്കിക്കേ, മെയ് 2026 ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തതാണ്. അപ്പൊ നമുക്കറിയേണ്ടത് സാലറി ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. വേണ്ട, ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതില് ഇപ്പൊ HRA ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. നോക്കിക്കേ, ബേസിക് സാലറി നിങ്ങൾക്ക് കിട്ടുന്നത് 56,480 ആണ് ബേസിക് സാലറി എന്ന് പറയുന്നത്, ബേസിക് പേ. ദെൻ ഡിയർനെസ് അലവൻസ് 18,580 ആണ്. ആൻഡ് ദെൻ സ്പെഷ്യൽ അലവൻസ് 14,967. ദെൻ ലൊക്കേഷൻ അലവൻസ് 1,200 ആൻഡ് ലേണിംഗ് അലവൻസ് 850. ഇതില് HRA ഇതിൽ കൊടുക്കാത്തതിന്റെ റീസൺ, HRA ഡയറക്ട്ലി നമ്മൾ ഇപ്പൊ മേ ബി നിങ്ങൾ വാടകയ്ക്കായിരിക്കാം താമസിക്കുന്നുണ്ടാകുക. അപ്പൊ മേ ബി നമ്മൾ ഹൗസ് റെന്റ് ആരാണോ, ആ ഹൗസിന്റെ ഓണർ ആരാണോ ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഡയറക്ട്ലി ബാങ്ക് തന്നെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാതിരുന്നത്. അതെന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 10K ഉണ്ടാകും. അപ്പൊ അതും കൂടെ കൂട്ടി വരുമ്പോൾ ഇത് മാത്രം തന്നെ വേണ്ട നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 92,078 ഉണ്ട് വിത്തൗട്ട് HRA. ടോട്ടൽ സാലറി ആണ് ഈ പറയുന്നത്. ടോട്ടൽ സാലറി ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. വേണ്ട, ഇതില് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ടോട്ടൽ വിത്തൗട്ട് HRA ആണ് 92,078. അപ്പൊ HRAയും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കിന് എന്തായാലും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1 lakhന് മുകളിൽ പോകും. ഓക്കെ, യെസ്. ഇനി അതേപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച്, ഇതിപ്പോ നമ്മുടെ ടോട്ടൽ സാലറി ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനുശേഷം എത്രയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നുള്ളത് വേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് സൂം ചെയ്തിട്ടുണ്ട് ഇവിടെ. യെസ്, നോക്കിക്കേ, ഇവിടുന്ന് നമുക്ക് PF കോൺട്രിബ്യൂഷൻ ഒരു 5,000 സംതിങ് പോകുന്നുണ്ട്. ദെൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, ഹൗസ് റെന്റ് റിക്കവറി ആൻഡ് മിസ്ലേനിയസ് ഹൗസ് റെന്റ് റിക്കവറി, അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ഈ ഡിഡക്ഷൻസ് എല്ലാം കൂടെ ടോട്ടൽ വേണ്ട, ഈ ഡിഡക്ഷൻസ് എല്ലാം കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാം 13,583 ആണ്. അത് കംപ്ലീറ്റ് അതെല്ലാം കൂടെ ടോട്ടൽ നിങ്ങൾക്ക് അത് സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ദെൻ അങ്ങനെ നമുക്ക് ആ ഡിഡക്ഷൻസ് എല്ലാം കൂടെ കഴിഞ്ഞ് ഇതിലിപ്പം 78,495 ആണ്. ഇത് HRA കൂടാതെയാണ്. അപ്പൊ HRAയും കൂടെ കൂട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് 85+ ആണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു PO ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയാണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പാണ്. ജോയിൻ ചെയ്തിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ് ഇവിടെ കാണാം 1/7/2025.
അപ്പോ കഴിഞ്ഞ വർഷമാണ് 2025 ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ജോയിനിങ് ആ ഒരു ടൈമിലായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാലറി ഡീറ്റെയിൽസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ഊർജ്ജമായി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് കിട്ടുന്ന സിറ്റി അനുസരിച്ചിട്ട് കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. നമ്മളിപ്പോ മുംബൈ മെട്രോ സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും സാലറി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. എന്തായാലും ഒരു 85+ സാലറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്റ്റാർട്ടിങ്ങിൽ ഒരു SBI PO ആയിരിക്കുമ്പോഴത്തേക്കിന് കിട്ടും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാച്ചസ് ഏതൊക്കെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ തുടക്കക്കാരായിരിക്കും, ഇപ്പൊ ഒരുപാട് പേര് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഡിഗ്രി റിസൾട്ട് ഒക്കെ വന്നിട്ട് ഇനി ബാങ്കർ ആകണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഏതൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അവർക്കായിട്ടാണ് നമുക്ക് ഇനി അടുത്തത് ഏറ്റവും ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന, ബേസ് മുതൽ പ്രിലിംസും മെയിൻസും 100% സിലബസ് കവർ ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസിന്റെ, അതായത് മെയിൻസിന് ശേഷം IBPS PO ആണെങ്കിലും SBI PO ആണെങ്കിലും RRB PO ആണെങ്കിലും ഇന്റർവ്യൂ ഉണ്ടാകും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും IBPS POയ്ക്ക് മാത്രമാണോ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ SBI PO ആൻഡ് ക്ലർക്കിന്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ആയി. നിങ്ങൾക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പക്ഷെ അത് ഓരോ ദിവസം അതാത്, അപ്പൊ അതിൽ കുറച്ച് ക്ലാസ്സസ് ആകുമ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെയാണ്, നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. എല്ലാ ബാച്ചിലും നമ്മൾ 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്ത് നിങ്ങളെ സെറ്റ് ആക്കിയേ നമ്മൾ എക്സാമിന് വിടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 28 മെയ്ക്ക് 29 നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇത് പ്രിലിംസും മെയിൻസും എല്ലാം കൂടെ ഉള്ള ഒരു ബാച്ചാണ്, കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മളുടെ ഈ ഒരു ബാച്ച്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേസ് മുതലുള്ള ബാച്ചാണ് IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ച്. ഇനി ഒരുപാട് പേർക്ക് പ്രിലിംസ് ഓക്കെയാണ്, പക്ഷെ മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിൻസിന്റെ എങ്ങനെ ചെയ്യണം, ഇപ്പൊ നമുക്ക് പ്രിലിംസും മെയിൻസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ മെയിൻസ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മെയിൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു ബാച്ചുമായിട്ട് വരുവാണ്, മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 3.0. ഓക്കെ, നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24-ാം തീയതിയാണ്, ജൂൺ 24-നാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ് മെയിൻസും, ഇപ്പൊ SBI POയുടെ മെയിൻസ് ആണ് ആദ്യം വരിക. അപ്പൊ കംപ്ലീറ്റ് മെയിൻസിനും ഉള്ള സിലബസ്, അത് ക്വാണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെയിൻസ് മാത്രമല്ല, അതിനുശേഷം ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഉള്ള ഒരു സപ്പോർട്ടും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മെയിൻസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ ക്ലാസ്സസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ നമ്മളുടെ ഫീ വരുന്നത് 4,999 ആണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോ സാലറി ഒക്കെ കണ്ടു അല്ലെ, സാലറി സ്ലിപ്പ് ഒക്കെ കണ്ടു. നമ്മളുടെ ഏറ്റവും ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. നമ്മളുടെ ബാച്ചിൽ ടോട്ടൽ 370+ അവേഴ്സ് ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സസ്, ഇപ്പം നമ്മള് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ട് ലൈവ് ക്ലാസ്സസും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാകും. 2 to 4 hours ആയിരിക്കും നമ്മളുടെ ഡെയിലി, അതായത് മിനിമം 2 hour, മാക്സിമം 4 മണിക്കൂർ വരെ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുള്ളൂ. വീക്ക്ലി 5 to 6 days എന്ന രീതിയിലാണ് ടോട്ടൽ 370+ അവേഴ്സ് ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് രണ്ടും ഓൺലൈൻ ബാച്ചാണ്. അപ്പൊ ഓഫ്ലൈൻ നമുക്ക് ബാച്ച് ഇല്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. യെസ്, ഓഫ്ലൈനായി നമുക്ക് ബാച്ച് ഉണ്ട്. നമ്മൾ തന്നെയാണോ ക്ലാസ്സസ് എടുക്കുന്നത്? യെസ്, ഓൺലൈൻ ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഓഫ്ലൈനിലും ക്ലാസ്സസ് എടുക്കുക. പക്ഷെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത് കോഴിക്കോട് മാത്രമാണ്. നമുക്ക് ന്യൂ റെഗുലർ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, ജൂൺ 9-ന്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ടോട്ടൽ 520+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ 3 ദിവസം ക്ലാസ്, ബാക്കി 2 ദിവസം നമുക്ക് പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സൈലം ബാങ്കിങ്ങിനോടൊപ്പം ചേരുക. 2026 കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമും നല്ല രീതിയിൽ എഴുതി 2027 റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.